Hi everyone, നമുക്ക് permutations എന്ന് പറഞ്ഞൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. Given an array of distinct integers, return all possible permutations. Input 1, 2, 3, output 1, 2, 3, 1, 3, 2, 2, 1, 3, 2, 3, 1, 3, 1, 2, 3, 2, 1. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു അറേ ആയിരിക്കും ഇൻപുട്ടായിട്ട് തന്നിരിക്കുക. അറേയിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ അറേയിലെ എലമെൻറ്റ്സ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസിബിൾ പെർമ്യൂട്ടേഷൻസും ഔട്ട്പുട്ടിൽ റിട്ടേൺ ചെയ്യുക. നമുക്ക് റിക്കർഷൻ ഉപയോഗിച്ച് ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഞാനൊരു ഇൻപുട്ട് എക്സാമ്പിളായിട്ട് എടുക്കുക. 1, 2, 3. ജനറേറ്റ് ഓൾ പെർമ്യൂട്ടേഷൻസ് ആയിരുന്നു നമ്മുടെ മെയിൻ പ്രോബ്ലം. ഈ മെയിൻ പ്രോബ്ലത്തെ നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ജനറേറ്റ് ഓൾ പെർമ്യൂട്ടേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 1, ജനറേറ്റ് ഓൾ പെർമ്യൂട്ടേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 2, ജനറേറ്റ് ഓൾ പെർമ്യൂട്ടേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 3. ഈ മൂന്നിനെ നമ്മൾ വീണ്ടും സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. Generate all permutations starting with 1, 2, generate all permutations starting with 1, 3, generate all permutations starting with 2, 1, generate all permutations starting with 2, 3, generate all permutations starting with 3, 1, generate all permutations starting with 3, 2. പിന്നെ ഇതിനെ എല്ലാത്തിനെ നമ്മൾ വീണ്ടും സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് ബഫർ ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഇതിനെ മനസ്സിലാക്കാം. 1, 2, 3 ആണ് നമ്മുടെ ലിസ്റ്റ് എന്ന് വിചാരിച്ചോ. ഇനിഷ്യലി ബഫർ എം ടി ആണ്. നമുക്ക് 3 ചോയ്സസാണ് ഉള്ളത്. ഒന്നെങ്കിൽ 0th ഇൻഡെക്സിലെ എലമെൻറ്റ് ബഫറിലോട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെൻറ്റ് ബഫറിലോട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് ഇൻഡെക്സിലെ എലമെൻറ്റ് നമുക്ക് ബഫറിലോട്ട് ആഡ് ചെയ്യാം. 0th ഇൻഡെക്സിലെ എലമെൻറ്റ് ബഫറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെൻറ്റ് ബഫറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. സെക്കൻഡ് ഇൻഡെക്സിലെ എലമെൻറ്റ് ബഫറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഇനി ഈ 3 ഇടത്തുനിന്നും വീണ്ടും 3 ചോയ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നുകിൽ 0th ഇൻഡെക്സ്, അല്ലെ ഫസ്റ്റ് ഇൻഡെക്സ്, അല്ലെ സെക്കൻഡ് ഇൻഡെക്സ്. ഇതിൽ 0th ഇൻഡെക്സിൻ്റെ ഈ ഡയറക്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. 0th ഇൻഡെക്സിലുള്ള എലമെൻ്റ് ഏതായിരുന്നു? 1 ആയിരുന്നു. 1 ഓൾറെഡി ബഫറിലുണ്ട്. അതുകൊണ്ട് നമുക്ക് 1നെ വീണ്ടും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഡയറക്ഷനിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്യുക, അങ്ങനെ 1, 2 കിട്ടും. സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്യുക, അങ്ങനെ 1, 3 എന്ന് കിട്ടും. ഇനി ഈ 1, 2നും 1, 3ക്കും 3 ചോയ്സസ് ഉണ്ട്. 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്. അതിൽ ഈ 1, 2ൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെയും ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെയും ബഫറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ബഫറിൽ ഓൾറെഡി 0th ഇൻഡെക്സിലെ എലമെൻറ്റും ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെൻറ്റും ഉണ്ട്. അതുകൊണ്ട് ആ 2 ഡയറക്ഷൻസും പോകാൻ പറ്റത്തില്ല. ആകെ സെക്കൻഡ് ഇൻഡെക്സിലെ എലമെൻറ്റ് മാത്രമേ നമുക്ക് ബഫറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് 1, 2, 3 കിട്ടും. ഇങ്ങനെ ബാക്കിയുള്ള ഈ ട്രീയും നിങ്ങൾ സ്വയം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഈ ട്രീ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ 0യിൽ നമുക്ക് പെർമ്യൂട്ടേഷൻസ് ഓഫ് ലെങ്ത് 0 ആയിരുന്നു. ലെവൽ 1ൽ പെർമ്യൂട്ടേഷൻസ് ഓഫ് ലെങ്ത് 1 ആയിരുന്നു. ലെവൽ 2ൽ പെർമ്യൂട്ടേഷൻസ് ഓഫ് ലെങ്ത് 2 ആയിരുന്നു. ലെവൽ 3ൽ പെർമ്യൂട്ടേഷൻസ് ഓഫ് ലെങ്ത് 3 ആയിരുന്നു. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഓൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് ലെങ്ത് 3 ആണ്. എന്ന് വെച്ചാൽ ഈ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് ഇവിടെ കിട്ടുന്ന പെർമ്യൂട്ടേഷൻ്റെ കോപ്പിയെ അപ്പൻഡ് ചെയ്യണം, എന്നിട്ട് റിട്ടേൺ ചെയ്യണം. അതായിരിക്കും നമ്മുടെ ബേസ് കേസ്. അതിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഈ ലാസ്റ്റ് ലെവലിനെ, ലെവൽ 3യെ, ഇഫ് ലെങ്ത് ഓഫ് ബഫർ ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ. ഇതായിരിക്കും നമ്മുടെ ബേസ് കേസ്. ബഫറിൻ്റെ ലെങ്ത്തും അറേയുടെ ലെങ്ത്തും സെയിം ആകുന്ന ആ ലെവലിൽ വെച്ച് നമ്മൾ നമ്മുടെ പെർമ്യൂട്ടേഷൻ്റെ
കോപ്പിയെ ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് അപ്പൻഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യണം. പിന്നെ നമ്മൾ ബഫറിലോട്ട് ith ഇൻഡെക്സിലുള്ള എലമെന്റിനെ എപ്പോഴായിരുന്നു ആഡ് ചെയ്തത്? എലമെന്റ് ഓൾറെഡി ബഫറിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് എഴുതി വെക്കാം. ആഡ് ith ഇൻഡെക്സ് എലമെന്റ് to buffer only if it's already in buffer. നമ്മൾ ഒരു ഇൻഡെക്സിലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്യുക ആ എലമെന്റ് ഓൾറെഡി ബഫറിൽ ഇല്ലെങ്കിൽ മാത്രമാണ്. നമുക്ക് ഈ ഒരു പാർട്ട് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇവിടെ ആയിട്ട് നമുക്ക് 3 ചോയ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 0th ഇൻഡെക്സിലെ എലമെന്റ്, അല്ലെ ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെന്റ്, അല്ലെ സെക്കൻഡ് ഇൻഡെക്സിലെ എലമെന്റ്. അന്നേരം നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരും ഈ ബഫറിൽ 0th ഇൻഡെക്സിലുള്ള എലമെന്റ് ഉണ്ടോ എന്ന്. അന്നേരം ഈ ബഫറിന്റെ ലെങ്ത് ആയിരിക്കും അവിടെ എടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി. ആദ്യം നമ്മൾ 0th ഇൻഡെക്സിൽ ഉണ്ടോ എന്ന് ഇതിൽ ചെക്ക് ചെയ്യുക. അന്നേരം ഈ ബഫറിന്റെ ലെങ്ത് ആയിരിക്കും ഇവിടെ വരുന്ന ടൈം കോംപ്ലക്സിറ്റി. പിന്നെ ഫസ്റ്റ് ഇൻഡെക്സിൽ ചെക്ക് ചെയ്യും. അന്നേരം വീണ്ടും ഈ ബഫറിന്റെ ലെങ്ത് ആയിരിക്കും ഇവിടെ വരുന്ന ടൈം കോംപ്ലക്സിറ്റി. പിന്നെ സെക്കൻഡ് ഇൻഡെക്സിലും ചെക്ക് ചെയ്യും. അന്നേരം ഈ ബഫറിന്റെ ലെങ്ത് ആയിരിക്കും ഇവിടെ വരുന്ന ടൈം കോംപ്ലക്സിറ്റി. ഇതിനെ നമുക്കൊന്ന് സ്പീഡപ്പ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഇൻപുട്ടിൻ്റെ അതേ ലെങ്ത് ഉള്ള ഒരു അറേ യൂസ് ചെയ്യും. അതിനെ നമ്മൾ വിസിറ്റഡ് എന്ന് വിളിക്കും. ഇവിടെ ലെങ്ത് 3 ആയിരുന്നു. അന്നേരം വിസിറ്റഡിൻ്റെ ലെങ്ത്തും 3 ആയിരിക്കും. അതിനെല്ലാം നമ്മൾ ഫാൾസ് എന്ന് പറഞ്ഞായിരിക്കും ഇനിഷ്യലൈസ് ചെയ്യുക ഈ അറേയിലെ എലമെന്റ്സിനെ എല്ലാം. ഇനി നമുക്ക് ഈ ഒരു പാത്ത് നോക്കാം. ഈ ഒരു പാത്ത് നോക്കുമ്പോൾ ഇനിഷ്യലി ബഫർ എംപ്റ്റി ആയിരുന്നു. 0th ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തു. ബഫറിലോട്ട് ആഡ് ചെയ്യുമ്പോൾ വിസിറ്റഡിനെ ട്രൂ ആക്കുക. നമ്മൾ 0th ഇൻഡെക്സിലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്തു എന്നതിന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. നേരെ നമുക്ക് വിസിറ്റഡ് ഓഫ് 0 ട്രൂ ആയിട്ട് കിട്ടി. ഇനി ഇവിടെ ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെന്റ് നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തു. അന്നേരം വിസിറ്റഡ് ഓഫ് ഫസ്റ്റ് ഇൻഡെക്സ് അതും ട്രൂ ആക്കി. വിസിറ്റഡ് ഓരോ ഇൻഡെക്സിലുള്ള എലമെന്റും നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തോ ആഡ് ചെയ്തില്ലേ എന്നതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ വിസിറ്റഡ് ഓഫ് 0യും വിസിറ്റഡ് ഓഫ് 1ഉം ട്രൂ ആണ്. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റ് ബഫറിൽ ഉണ്ടോ എന്ന് എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യുക? നമ്മൾ പണ്ടത്തെ പോലെ ഈ ബഫറിൽ ഫുള്ള് സെർച്ച് ചെയ്യേണ്ട, ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ വിസിറ്റഡ് ഓഫ് ഫസ്റ്റ് നോക്കിയാൽ മതി. ഓർഡർ ഓഫ് 1ൽ നമുക്ക് ഈ സെർച്ചസ് ചെയ്യാൻ പറ്റും. ബഫറിൽ ഉണ്ടോ എന്നുള്ള ആ സെർച്ച്. ഇവിടെ ആണെങ്കിൽ 0th ഇൻഡെക്സിലുള്ള എലമെന്റ് ബഫറിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ വിസിറ്റഡ് ഓഫ് 0 നോക്കിയാൽ മതി. ഇതിന്റെ കോഡ് നമുക്ക് നോക്കാം. result equal to empty list, buffer equal to empty list, visited equal to false into length of array, permutation array buffer visited result, def permutation array buffer visited result. ഇവിടുത്തെ ബേസ് കേസ് എന്തായിരുന്നു? ഇഫ് ലെങ്ത് ഓഫ് ബഫർ ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ. അന്നേരം നമ്മൾ റിസൾട്ടിലോട്ട് ബഫറിന്റെ കോപ്പിയെ അപ്പൻഡ് ചെയ്യും, എന്നിട്ട് റിട്ടേൺ ചെയ്യും. ഫോർ ഐ ഇൻ റേഞ്ച് 0 to length of array, if visited of I, continue. ഇവിടെ എന്തായിരുന്നു നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ബഫറിൽ ith ഇൻഡെക്സിലുള്ള എലമെന്റ് ഉണ്ടോ എന്നാണ് ഈ വിസിറ്റഡ് ഓഫ് ഐയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ കോളിലോട്ട് പോകത്തില്ല. ഞാൻ നേരത്തെ ഈ ഡയഗ്രത്തിൽ പറഞ്ഞായിരുന്നല്ലോ. വിസിറ്റഡ് ഓഫ് ഐയെ ട്രൂ ആക്കും, എന്നിട്ട് ബഫറിലോട്ട് അറേ ഓഫ് ഐയെ നമ്മൾ അപ്പൻഡ് ചെയ്യും. എന്നിട്ട് പെർമ്യൂട്ടേഷൻ അറേ ബഫർ വിസിറ്റഡ് റിസൾട്ട്. റൈറ്റ് ഫംഗ്ഷൻ കോളിലോട്ട് പോകുന്നതിന് മുമ്പ് ബഫറിൽ നിന്ന് നമ്മൾ
array of I പോപ്പ് ചെയ്യും, എന്നിട്ട് വിസിറ്റഡ് ഓഫ് I ഫാൾസ് ആകും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ഫാക്ടോറിയൽ ഇൻറ്റു n ആയിരിക്കും. n ഫാക്ടോറിയൽ ഫംഗ്ഷൻ കോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ടോട്ടലി നമുക്ക് n ഫാക്ടോറിയൽ പെർമിറ്റേഷൻസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അത് ഇൻറ്റു n ആണ്. ഈ n വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഈ ബഫറിൻ്റെ ഈ കോപ്പിങ്ങിന് എടുക്കുന്ന ടൈമാണ് ഈ n. അങ്ങനെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ഫാക്ടോറിയൽ ഇൻറ്റു n എന്ന് കിട്ടി. സ്പേസ് കോംപ്ലക്സിറ്റി നമ്മുടെ കോൾ സ്റ്റാക്കിന് ഓർഡർ ഓഫ് n സ്പേസ് ആയിരിക്കും എടുക്കുക. പിന്നെ ഈ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിന് ഓർഡർ ഓഫ് n സ്പേസ് എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n പ്ലസ് ഓർഡർ ഓഫ് n എന്ന് കിട്ടി. നമുക്ക് വിസിറ്റഡ് കാരണം വരുന്ന ആ സ്പേസിനെ ഒഴിവാക്കണം. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n മാത്രമായിരിക്കണം. ഇവിടെ ഓർഡർ ഓഫ് n പ്ലസ് ഓർഡർ ഓഫ് n എന്നുണ്ട്. ഈ വിസിറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ അറയെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി ജസ്റ്റ് ഓർഡർ ഓഫ് n ആക്കി മാറ്റണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഇൻപുട്ടിൻ്റെ സബ് പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? ജനറേറ്റ് ഓൾ പെർമിറ്റേഷൻസിൻ്റെ ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 1, ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 2, ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 3. ഈ അറേ ഉപയോഗിച്ച് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യണം പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 1ഉം സ്റ്റാർട്ടിംഗ് വിത്ത് 2ഉം സ്റ്റാർട്ടിംഗ് വിത്ത് 3ഉം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ സ്വാപ്പിംഗ് ആണ്. 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് നമ്മൾ 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ തന്നെ സ്വാപ്പ് ചെയ്ത് നമുക്കിവിടെ 1 2 3 എന്ന് കിട്ടി. അങ്ങനെ ഈ സൈഡിൽ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 1 ആണ്. ഇവിടെ ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 2. അന്നേരം 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് നമ്മൾ ആ 2നെ സ്വാപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് 2 1 3 എന്ന് കിട്ടി. ഇവിടെ ഇനി വരിക ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 2 ആയിരിക്കും. ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 3ക്ക് നമ്മൾ 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് അതായത് 1ഉമായിട്ട് 3യെ സ്വാപ്പ് ചെയ്തു. അങ്ങനെ 3 2 1 എന്ന് നമുക്ക് കിട്ടി. ഇവിടെ വരിക ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 3 ആയിരിക്കും. സിമിലർലി ഇതിൻ്റെ സബ് പ്രോബ്ലംസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക. ഇനി ഈ സെയിം ഐഡിയ നമ്മൾ 2 3ക്ക് അപ്ലൈ ചെയ്യും, 1 3ക്ക് അപ്ലൈ ചെയ്യും, 2 1ന് അപ്ലൈ ചെയ്യും. അങ്ങനെ നമുക്ക് ഈ റിക്കർഷൻ ട്രീ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇനിഷ്യലി നമ്മുടെ ഇൻപുട്ട് 1 2 3 ആയിരുന്നു. നമ്മൾ ആദ്യം ചെയ്യുക 0th ഇൻഡെക്സിലെയും ഫസ്റ്റ് ഇൻഡെക്സിലെയും സെക്കൻഡ് ഇൻഡെക്സിലെയും എലമെൻറ്റ്സ് 0th ഇൻഡെക്സുമായിട്ട് സ്വാപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെ നമുക്ക് 1 2 3 2 1 3 3 1 2 എന്ന് കിട്ടി. ഇവിടെയൊക്കെ നമ്മൾ എന്തായിരുന്നു ജനറേറ്റ് ചെയ്യേണ്ടത്? ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 1, ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 2, ജനറേറ്റ് പെർമിറ്റേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 3. ആ ഒരു ഐഡിയ ഈ സെയിം ഇൻപുട്ടിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാനാണ് ഇവിടെ നോക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെയും സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെയും സ്വാപ്പ് ചെയ്യാൻ നോക്കും. ഇവിടെ 1 2 3 ആയിരുന്നു. ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് സ്വാപ്പ് ചെയ്തപ്പോൾ നമുക്ക് 1 2 3 എന്ന് തന്നെ കിട്ടി. സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് സ്വാപ്പ് ചെയ്തപ്പോൾ നമുക്ക് 1 3 2 എന്ന് കിട്ടി. ഇവിടെ 2 3 സ്വാപ്പ് ചെയ്ത് അങ്ങനെ നമുക്ക് 1 3 2 എന്ന് കിട്ടി. പിന്നെ ഈ ലെവലിലോ സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ നമ്മൾ സ്വാപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അന്നേരം നമുക്ക് 1 2 3 എന്ന് തന്നെ കിട്ടി. 1 3 2ൻ്റെ ഈ കേസിൽ സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ സ്വാപ്പ് ചെയ്തപ്പോൾ 1 3 2 എന്ന് തന്നെ കിട്ടി. ഈ ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ റിക്കർഷൻ ട്രീ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട് സെക്കൻഡ് ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്തപ്പോൾ ഈ രണ്ട് ലെവലിലെ റിസൾട്ട് സെയിം ആണ്. 1 2 3 1 2 3 1 3 2 1 3 2. അന്നേരം നമുക്ക് ഇവിടം വരെ പോകേണ്ട കാര്യമില്ല.
സെക്കൻഡ് ഇൻഡെക്സിൽ വെച്ച് നമുക്ക് നമ്മുടെ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യാം. സെക്കൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് അറേ -1 ആയിരുന്നു. അന്നേരം ഇൻഡെക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ -1 ആണ് നമ്മുടെ ബേസ് കേസ്. അന്നേരം നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് ലിസ്റ്റിലോട്ട് നമുക്കിവിടെ കിട്ടുന്ന പെർമ്യൂട്ടേഷൻസിനെ അപ്പൻഡ് ചെയ്യണം. കോപ്പി എടുത്തിട്ട് വേണം നമ്മൾ അപ്പൻഡ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ട്രാൻസിഷൻസ് നോക്കാം. എഫ് ഓഫ് ഐ ith ഇൻഡെക്സിലുള്ള എലമെൻറ്റ് എലമെൻറ്റുമായിട്ട് സ്വാപ്പ് ചെയ്തിട്ട് എഫ് ഓഫ് i+1 പോകും. i+ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ ith ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് സ്വാപ്പ് ചെയ്തിട്ട് നമ്മൾ എഫ് ഓഫ് i+1 വീണ്ടും പോകും. i+ 2th ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ ith ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് സ്വാപ്പ് ചെയ്തിട്ട് എഫ് ഓഫ് i+1 വീണ്ടും പോകും. ഇവിടെയോ i+ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ i+ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് സ്വാപ്പ് ചെയ്തിട്ട് നമ്മളിവിടെയുള്ള ഫംഗ്ഷൻ കോളിലോട്ട് പോകും. ഇവിടെ i+ 2th ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ i+ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെൻറ്റുമായിട്ട് സ്വാപ്പ് ചെയ്തിട്ട് ഇവിടെയുള്ള ഫംഗ്ഷൻ കോളിലോട്ട് പോകും. ഇതായിരിക്കും നമ്മൾ ഈ പ്രോബ്ലത്തിൽ മെയിൻലി ചെയ്യുക. നമുക്ക് ഇതിൻ്റെ കോഡ് നോക്കാം. റിസൾട്ട് ഈക്വൽ എം ഡി ലിസ്റ്റ് പെർമ്യൂട്ടേഷൻ അറേ 0 റിസൾട്ട് ഡെഫ് പെർമ്യൂട്ടേഷൻ അറേ സ്റ്റാർട്ട് റിസൾട്ട്. സ്റ്റാർട്ടുമായിട്ടായിരിക്കും നമ്മൾ എലമെൻസിനെ സ്വാപ്പ് ചെയ്യുക. ഇഫ് സ്റ്റാർട്ട് ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ -1 അങ്ങനെ ആകുമ്പം റിസൾട്ടിലോട്ട് നമ്മൾ അറേയുടെ കോപ്പിയെ അപ്പൻഡ് ചെയ്യും, എന്നിട്ട് റിട്ടേൺ ചെയ്യും. ഫോർ ഐ ഇൻ റേഞ്ച് സ്റ്റാർട്ട് ടു ലെങ്ത് ഓഫ് അറേ. സ്റ്റാർട്ട് തൊട്ട് ലെങ്ത് ഓഫ് അറേ -1 വരെയാണ് ഈ ഐയുടെ വാല്യൂ. അറേ ഓഫ് സ്റ്റാർട്ടുമായിട്ട് അറേ ഓഫ് ഐയെ സ്വാപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ്. പെർമ്യൂട്ടേഷൻ അറേ സ്റ്റാർട്ട് +1 റിസൾട്ട്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് +1th ഇൻഡെക്സിലോട്ട് മൂവ് ചെയ്തു. അതായിരുന്നു ഞാൻ ഈ ഡയഗ്രത്തിൽ കാണിച്ചത്. ഐന്ന് i+1 നമ്മൾ മൂവ് ചെയ്യുന്നത്. അറേ ഓഫ് സ്റ്റാർട്ട് അറേ ഓഫ് ഐ ഈക്വൽ ടു അറേ ഓഫ് ഐ അറേ ഓഫ് സ്റ്റാർട്ട്. ഇവിടെ നമ്മൾ തുടക്കത്തിൽ സ്വാപ്പ് ചെയ്തായിരുന്നു ith ഇൻഡെക്സിനെ സ്റ്റാർട്ടുമായിട്ട്. അത് നമ്മൾ വീണ്ടും ചെയ്യണം, കാരണം അറേയെ റീസ്റ്റോർ ചെയ്യാനായിട്ട്. ഈ ഒരു സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സിനെ നമ്മൾ 0th ഇൻഡെക്സുമായിട്ട് സ്വാപ്പ് ചെയ്തിട്ട് 213 എന്ന് കിട്ടി. ഇനി ഇവിടുന്ന് ഈ ഫംഗ്ഷൻ കോള് റിട്ടേൺ ചെയ്യുമ്പോൾ അറേ 213 തന്നെ ആയിരിക്കും. 213യെ തിരിച്ച് 123 ആക്കണം ഇവിടുന്ന് റിട്ടേൺ ചെയ്യുമ്പോൾ. 123 ആക്കിയാലല്ലേ നമുക്ക് 312 കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ രണ്ടാമത്തെ ഈ സ്വാപ്പ്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n ഫാക്ടോറിയൽ ഇൻറ്റു n ആണ്. നമുക്ക് n ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻസ് ആണ് ഉള്ളത്. ഈ n വരുന്നത് അറേയെ കോപ്പി ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. പിന്നെ സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്, കോൾ സ്റ്റാക്കിൻ്റെ സ്പേസ്.